എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. അന്ന് തന്നെ വൈകുന്നേരം ഈ ഭവനത്തിലായിരുന്നപ്പോൾ എൻ്റെ മേൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായി ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ മഹിമയാൽ കർത്താവ് എന്നെ പൊതിഞ്ഞു. ഏറ്റവും നല്ലവനായ ഒരു പിതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും കൂടെയുണ്ട്. അവിടുത്തെ സ്നേഹത്തിലേക്ക് ഞാൻ വലിച്ചെടുക്കപ്പെട്ടു. ഞാൻ അവിടുന്നുമായി അത്രമാത്രം ഗാഢ ഐക്യത്തിലാണെന്ന് എനിക്ക് തോന്നി. ഇത് വാക്കുകളാൽ വർണ്ണിക്കാനാവില്ല. അപ്പോൾ 7 മാലാഖമാരിൽ ഒരാൾ എൻ്റെ അരികിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. വളരെ തേജസ്വിയായി ഒരു ദിവ്യപ്രഭയുടെ രൂപത്തിലായിരുന്നു. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴെല്ലാം അവൻ എൻ്റെ അരികിലുണ്ടായിരുന്നു. ഞങ്ങൾ കടന്നു പോന്ന ഓരോ ദേവാലയത്തിൻ്റെ സമീപവും ഇതുപോലെ ഒരു മാലാഖ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ അവരാരും എന്നോടൊപ്പമുള്ള മാലാഖയുടെ അത്രയും പ്രകാശിതമല്ല. എല്ലാവരും എന്നോടൊപ്പമുള്ള മാലാഖയെ തലകുനിച്ച് വന്ദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാർസോയിലെ മഠത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ആ പരിശുദ്ധ ദൂതൻ അപ്രത്യക്ഷനായി. നമുക്ക് കൂട്ടുകാരായി പരിശുദ്ധ ദൂതന്മാരെ നൽകുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി അർപ്പിച്ചു. എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് തങ്ങളുടെ അരികിൽ എപ്പോഴുമുള്ള ആ സ്വർഗീയ അതിഥിയെക്കുറിച്ച് മനുഷ്യർ എത്രയോ തുച്ഛമായിട്ടാണ് ചിന്തിക്കുന്നത്. തന്നെപ്പോലെ തന്നെ തൻ്റെ പ്രവൃത്തികൾ കാണുന്ന ഒരാളുണ്ടെന്ന് പാപികൾ ഓർത്തിരിക്കട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ നന്മകൾ എല്ലാ അറിവിനെയും അതിശയിക്കുന്നതാണ്. അങ്ങയുടെ കരുണ ആരെയും ക്ഷീണിപ്പിക്കുന്നില്ല. നിത്യനാശം ആഗ്രഹിക്കുന്ന ആത്മാക്കൾ നാശമടയും. എന്നാൽ നിത്യരക്ഷ ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തെ കരുണാസാഗരത്തിൽ നിന്ന് ആവോളം ആസ്വദിക്കാൻ കഴിയും. ഒരു ചെറിയ പാത്രത്തിന് എങ്ങനെ അത്യഗാധമായ സമുദ്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഞാൻ സഹോദരിമാരോട് യാത്ര പറഞ്ഞ് പിരിയാൻ സമയത്ത് ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ജോലികളിൽ സഹായിക്കാതിരുന്നതിന് വളരെയധികം ക്ഷമ ചോദിച്ചു. ജോലികളിൽ എന്നെ സഹായിക്കാതിരുന്നതിന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ജോലി ബുദ്ധിമുട്ടാക്കി തീർത്തതിനും. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അവളെ വലിയൊരു ഉപകാരിയായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. കാരണം അവൾ എന്നെ അങ്ങേയറ്റം ക്ഷമ അഭ്യസിക്കാൻ സഹായിച്ചു. ഒരിക്കൽ മുതിർന്ന ഒരു സഹോദരി ഇങ്ങനെ പറയാൻ പോലും ഇടയായി: സിസ്റ്റർ ഫൗസ്റ്റീന ഒന്നെങ്കിൽ ഒരു വിശുദ്ധയാണ്, അല്ലെങ്കിൽ വിഡ്ഢിയാണ്. കാരണം ഒരു സാധാരണ മനുഷ്യനെപ്പോഴും വിരോധമായി ഇതുപോലെ ചെയ്യുന്ന ഒരാളെ സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ നല്ല ലക്ഷ്യത്തോടെയാണ് അവളെ എപ്പോഴും സമീപിച്ചിരുന്നത്. പ്രസ്തുത സഹോദരി എൻ്റെ ജോലികൾ പ്രയാസമുള്ളതാക്കി തീർക്കുക മാത്രമല്ല, ഞാൻ വളരെയധികം പരിശ്രമിച്ച് നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ നശിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഞങ്ങൾ വേർപിരിഞ്ഞപ്പോൾ അവൾ തന്നെ അത് സമ്മതിക്കുകയും എന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ആ സഹോദരിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ അതിനെ സ്വീകരിച്ചിരുന്നത്. ഒരാൾക്ക് എത്രമാത്രം അസൂയാലുവായി തീരുവാൻ സാധിക്കുമെന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെയെങ്കിലും നന്മ കാണുമ്പോൾ അതെൻ്റെ സ്വന്തം എന്ന പോലെ സന്തോഷിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷവും ദുഃഖവും എൻ്റെയും സന്തോഷവും ദുഃഖവുമായിരുന്നു. അല്ലെങ്കിൽ ഈശോയുമായി ഐക്യപ്പെടാൻ ഞാൻ ധൈര്യപ്പെട്ടില്ലായിരുന്നു. ഈശോയുടെ ചൈതന്യം എപ്പോഴും ലളിതവും സൗമ്യവും വിശ്വാസ്യവുമായിരുന്നു. എന്നാൽ എല്ലാ തിന്മകളും അസൂയയും ദുഷ്ടതയും സന്മനസ് എന്ന പുഞ്ചിരിയുടെ മറിവിൽ ഒളിച്ചിരിക്കുന്ന സാമർഥ്യമുള്ള കുട്ടിപ്പിശാചുക്കളാണ്. ആത്മാർത്ഥ സ്നേഹത്തിൽ നിന്ന് വരുന്ന പരുഷ്യമായ ഒരു വാക്ക് ഒരിക്കലും ഹൃദയത്തെ മുറിപ്പെടുത്തുകയില്ല. മാർച്ച് 22, 1936. ഞാൻ വാർസോയിലെത്തിയപ്പോൾ അവിടെയുള്ള ചെറിയ ചാപ്പലിൽ കയറി സുരക്ഷിതമായ യാത്രയ്ക്ക് കർത്താവിന് നന്ദി അർപ്പിച്ചു. ഇവിടെ എന്നെ കാത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഹായവും ആവശ്യമായ കൃപയും തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ തിരുവിഷ്ടത്തിന് എന്നെ തന്നെ ഫലമേൽപ്പിച്ചു. അപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു: യാതൊന്നിനെയും ഭയപ്പെടേണ്ട, എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ തിരുഹിതം പൂർത്തിയാക്കുന്നതിന് സഹായിക്കും. മാർച്ച് 25 രാവിലെ ധ്യാന സമയത്ത് ദൈവിക സാന്നിധ്യം പ്രത്യേകമായി എന്നെ വലയം ചെയ്തു. ദൈവത്തിൻ്റെ അളക്കാനാവാത്ത മഹിമപ്രതാപം ഞാൻ ദർശിച്ചു. ഒപ്പം അവിടത്തേക്ക് നമ്മോടുള്ള അതിരറ്റ കാരുണ്യവും. അപ്പോൾ ദൈവമാതാവ് കാണപ്പെട്ട് എന്നോട് പറഞ്ഞു: അവിടുത്തെ കൃപയുടെ ആന്തരിക പ്രചോദനങ്ങളെ വിശ്വസ്തയോടെ പാലിക്കുന്ന ആത്മാക്കളിൽ ദൈവം എത്ര സംപ്രീതനാണ്. ഞാൻ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തു. എന്നാൽ ഇപ്പോൾ നീ കർത്താവിൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം. അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും. ആ ദിവസം എത്ര ഭയാനകമായിരിക്കും! നീതിയുടെ ദിവസം നിശ്ചയമാണ്. ഉഗ്രമായ ദൈവകോപത്തിൻ്റെ ദിവസമാണത്. മലാഖമാർ അതിനു മുമ്പിൽ ഭയന്ന് വിറയ്ക്കുന്നു.
ദൈവകരുണയുടെ ഈ സമയത്ത് തന്നെ അവിടുത്തെ അനന്തകാരുണ്യത്തെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ആ മഹാദിനത്തിൽ അനേകം ആത്മാക്കൾക്കായി നീ ഉത്തരം പറയേണ്ടി വരും. ഒന്നും ഭയപ്പെടേണ്ട, അവസാനം വരെ വിശ്വസ്തയായിരിക്കുക. എനിക്ക് നിന്നോട് അനുകമ്പ തോന്നുന്നു. ഞാൻ വാലൻസുഫിലെത്തിയപ്പോൾ സഹോദരിമാരിൽ ഒരാൾ എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്തു. സഹോദരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇനി എല്ലാം ശരിയാകും. ഞാൻ അവളോട് ചോദിച്ചു, സഹോദരി എന്താണ് അങ്ങനെ പറയുന്നത്? അവളുടെ ഉള്ളിൽ അങ്ങനെ തോന്നിയെന്ന് അവൾ പറഞ്ഞു. പ്രസ്തുത സഹോദരി ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നല്ല മനസ്സുള്ളവളായിരുന്നു. ആ ഭവനം വല്ലാത്ത കഷ്ടപ്പാടിലായിരുന്നു. ഞാൻ എല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നില്ല. കുമ്പസാരം. ഞാൻ കുമ്പസാരത്തിന് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദൈവകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ വൈദികൻ്റെ അധരങ്ങളിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇതെനിക്കൊരു അടയാളമായിരിക്കും. ദൈവകരുണയുടെ ഒരു സന്യാസ സഭ ആരംഭിക്കാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടുള്ളതിനെക്കുറിച്ച് യാതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ദൈവകരുണയെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പറയട്ടെ. ഞാൻ കുമ്പസാരക്കൂട്ടി ചെന്ന് കുമ്പസാരിക്കാൻ തുടങ്ങി. വൈദികന് ഉപദേശം നൽകിയപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് ആരും ഇത്രയും ശക്തമായ രീതിയിൽ ദൈവകരുണയെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളേക്കാൾ ഉന്നതമാണ് അവിടുത്തെ കരുണയെന്ന് നിനക്കറിയാമോ? അത് അവിടുത്തെ പ്രവൃത്തികളുടെ മകുടമാണ്, കിരീടമാണ്. വൈദികൻ്റെ അധരങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധാപൂർവം ശ്രവിച്ചു. കുമ്പസാരത്തിൽ വൈദികനിലൂടെ ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിലും ഈ അവസരത്തിൽ ഇത് വളരെ പ്രത്യേകമായി ഞാൻ അനുഭവിച്ചു. എൻ്റെ ആത്മാവിലെ ദൈവീക സഹവാസത്തെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്താതെ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞതേയുള്ളൂ. എങ്കിലും വൈദികൻ എൻ്റെ ആത്മാവിൽ എന്താണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കി ദൈവീക പ്രചോദനങ്ങളോട് എപ്പോഴും വിശ്വസ്തയായിരിക്കാൻ എന്നെ കടപ്പെടുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവിക പ്രചോദനങ്ങളോട് ഏറ്റവും വിശ്വസ്തതാപൂർവ്വം സഹകരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് നീ നയിക്കുന്നത്. എൻ്റെ ഈശോയെ, അവിടുത്തെ നന്മ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഈശോയെ, അവിടുത്തെ തിരുഹിതത്തോട് യോജിക്കാത്ത എല്ലാ ചിന്തകളും എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. എന്നെ ഈ ലോകത്തോട് ബന്ധിക്കുന്ന ഏക കാര്യം ദൈവകരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. വ്യാഴാഴ്ച വൈകുന്നേരത്തെ ആരാധനയുടെ സമയത്ത് ചമ്മട്ടികളാൽ പരിശീലിതനായ ഈശോയെ ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും നീ നിൻ്റെ കുമ്പസാരക്കാരനെ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുമ്പസാരക്കാരൻ്റെ അനുവാദം കൂടാതെ നീ അനുഷ്ഠിക്കുന്ന വലിയ ത്യാഗങ്ങളിൽ പോലും ഞാൻ സംപ്രീതനല്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് ചെയ്യുന്ന കൊച്ചു കൊച്ചു സുഹൃത്തുക്കൾ പോലും എൻ്റെ ദൃഷ്ടിയിൽ അമൂല്യമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന വലിയ ത്യാഗത്തിന് എൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ല. അവ മിക്കവാറും എൻ്റെ ഇഷ്ടത്തിനും മഹിമയ്ക്കും അനുസരിച്ചായിരിക്കില്ല. അതിനാൽ പ്രതിഫലമായി ലഭിക്കുന്നത് ശിക്ഷയായിരിക്കും. എന്നാൽ കുമ്പസാരക്കാരൻ്റെ അനുവാദത്തോടെ നീ ചെയ്യുന്ന തീരെ ചെറിയ സുഹൃത്താനുഷ്ഠാനം പോലും എൻ്റെ ദൃഷ്ടിയിൽ പ്രീതികരവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതുമായിരിക്കും. എപ്പോഴും ഇത് മുറുകെ പിടിക്കുക. വളരെ ജാഗരൂകരായിരിക്കുക. വളരെയധികം ആത്മാക്കൾ നരകത്തിൻ്റെ കവാടത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തും. എന്നാൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിനക്ക് തനിയെ ഒന്നും സാധിക്കുകയില്ലെന്ന് ഓർത്തുകൊള്ളണം. മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഒരു കുസ്തോതി നിറയെ തിരുവോസ്തി ഞാൻ കണ്ടു. ഒരു കരം കുസ്തോതി എൻ്റെ മുമ്പിലേക്ക് നീട്ടി. ഞാനത് എൻ്റെ കയ്യിൽ സ്വീകരിച്ചു. അതിനകത്ത് ആയിരക്കണക്കിന് ജീവനുള്ള തിരുവോസ്തികളായിരുന്നു. ഞാനപ്പോൾ ഒരു സ്വരം ശ്രവിച്ചു, നോമ്പുകാലത്ത് പരിപൂർണമായ മാനസാന്തരത്തിലേക്ക് നീ കൊണ്ടുവന്ന ആത്മാക്കൾ സ്വീകരിച്ച തിരുവോസ്തികളാണിവ. അത് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഒരാഴ്ച മുമ്പായിരുന്നു. ഞാൻ ആ ദിവസം മുഴുവൻ ആന്തരികമായ പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ ആത്മാക്കൾക്കായി എന്നെ തന്നെ ഇല്ലാതാക്കി. ഓ, അമർത്യമായ ആത്മാക്കളുടെ രക്ഷയ്ക്കായി എന്നെ തന്നെ ഇല്ലാതാക്കുന്നത് എത്രയോ ആനന്ദകരമാണ്. ഗോതമ്പ് മണി ഇടിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാതായെങ്കിൽ മാത്രമേ ഭക്ഷണമായി തീരുകയുള്ളൂ. അതുപോലെ തിരുസഭയ്ക്കും ആത്മാക്കൾക്കുമായി എന്നെ തന്നെ ശൂന്യവൽക്കരിക്കണം. എൻ്റെ ഈ ബലിജീവിതം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അജ്ഞാതമായിരിക്കാം. ഓ എൻ്റെ ഈശോയെ, നഗ്നനേത്രങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കാത്ത ഈ അപ്പം പോലെ ഞാൻ മറയ്ക്കപ്പെട്ട ഒരു ജീവിതം നയിക്കട്ടെ. എന്തെന്നാൽ ഞാൻ അങ്ങേക്ക് അർപ്പിക്കപ്പെട്ട ഒരു തിരുവോസ്തിയാണ്.
ഓശാന ഞായറാഴ്ച. ഈ ഞായറാഴ്ച ഈശോയുടെ എത്രയും മാധുര്യമുള്ള തിരുഹൃദയത്തിൻ്റെ വളരെ പ്രത്യേകമായ തലോടലുകൾ ഞാൻ അനുഭവിച്ചു. എൻ്റെ ആത്മാവ് പൂർണ്ണമായും ഈശോയിലായിരുന്നു. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് സവാരി ചെയ്യുന്നു. ശിഷ്യന്മാരും വളരെ വലിയ ഒരു ജനക്കൂട്ടവും കൈകളിൽ മരച്ചില്ലകളുമായി സന്തോഷത്തോടെ ഈശോയോടൊത്തുണ്ടായിരുന്നു. ചിലർ ഈശോ കടന്നു പോകുന്ന വഴികളിൽ തുണികൾ വിരിച്ചു. മറ്റുള്ളവർ കൈകളിലുള്ള മരച്ചില്ലകൾ ഉയർത്തി വീശിക്കൊണ്ടിരുന്നു. എല്ലാവരും സന്തോഷത്താൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കർത്താവിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടുകയായിരുന്നു. അതുപോലെ സന്തോഷത്തോടെ കൈകളിൽ മരച്ചില്ലകളുമായി മറ്റൊരു ജനക്കൂട്ടവും ഈശോയെ കാണാൻ വന്നെത്തി. അവരെല്ലാം സന്തോഷത്താൽ ആർത്തിരമ്പുകയായിരുന്നു. അവരുടെ കൂടെ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ വളരെ ഗൗരവത്തിലായിരുന്നു. ഈശോ ആ സമയം എത്രമാത്രം സഹിക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. നന്ദിഹീനതയാൽ ഹൃദയവേദന അനുഭവിക്കുന്ന ഈശോയെ മാത്രമേ ആ നിമിഷം എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. 3 മാസം കൂടുമ്പോഴുള്ള കുമ്പസാരം ഫാദർ ബുക്കോസ്കി ഏതോ ഒരു ആന്തരിക ശക്തി കാര്യങ്ങൾ ഇനിയും താമസിപ്പിക്കരുതെന്ന് എന്നെ നിർബന്ധിച്ചു. എനിക്ക് സമാധാനമില്ലാതെയായി. ഞാൻ കുമ്പസാരക്കാരനോട് പറഞ്ഞു, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, സഹോദരി, ഇതൊരു മായാദർശനമാണ്. കർത്താവ് ഈശോ മിശിഹ ഇങ്ങനെയൊന്നും ആവശ്യപ്പെടുകയില്ല. നിങ്ങൾ നിത്യവ്രതം ചെയ്ത ആളാണ്. ഇതെല്ലാം ഒരു മിഥ്യാധാരണയാണ്. നിങ്ങൾ ഒരുതരം പാഷാണ്ഡത കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹം സ്വരമുയർത്തി എന്നെ ശാസിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെല്ലാം മായാദർശനങ്ങളായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, എല്ലാം. ദയവായി ഏതു വഴി ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു തരാമോ? കൊള്ളാം സഹോദരി, ഒരാന്തരിക പ്രചോദനത്തെയും നീ പിന്തുടരരുത്. ഇതെല്ലാം നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. ആത്മാവിൽ ശ്രവിക്കുന്ന ഈ സ്വരത്തെ നീ ശ്രദ്ധിക്കരുത്. നിന്റെ ബാഹ്യപ്രവർത്തനങ്ങളെല്ലാം നന്നായി ചെയ്യുക. ഇക്കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അവയെല്ലാം മനസ്സിൽ നിന്ന് പുറത്ത് കളയണം. ഞാൻ മറുപടി നൽകി, ശരി. ഇതുവരെ ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ പിതാവേ, അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് പോലെ ഇപ്പോൾ മുതൽ ഞാൻ ആന്തരിക പ്രചോദനങ്ങളെ ശ്രവിക്കുകയില്ല. അത് നിർത്തിക്കൊള്ളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയും ഈശോ മിശിഹ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് അറിയട്ടെ. എന്നാൽ അതനുസരിച്ച് നീ പ്രവർത്തിക്കരുത്. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അനുസരിക്കാൻ പരിശ്രമിക്കാം. അച്ഛൻ ഇത്രയും കാർക്കശ്യം കാണിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ 1000 ചിന്തകൾ എന്നെ ഞെരുക്കി. എന്തിന് ആത്മാർത്ഥത കാണിക്കണം? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പാപമല്ലല്ലോ. അതുകൊണ്ട് അവയൊന്നും കുമ്പസാരക്കാരനോട് പറയാൻ എനിക്ക് കടമയില്ല. വീണ്ടും എന്തൊരാശ്വാസം! ഞാൻ എൻ്റെ ആന്തരിക പ്രചോദനങ്ങളെ ശ്രദ്ധിക്കേണ്ടതില്ല. പുറമേയുള്ള കാര്യങ്ങൾ മാത്രം ശരിയാക്കുക. ഉള്ളിൽ ശ്രവിച്ചിരുന്ന ശബ്ദത്തെ അനുസരിക്കേണ്ടതില്ല. പലപ്പോഴും അത് വളരെയേറെ എന്നെ എളിമപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മുതൽ ഞാൻ സ്വതന്ത്രയാണ്. എന്നാൽ വീണ്ടും ഒരു അതിസ്വാഭാവിക വേദന എൻ്റെ ആത്മാവിൽ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ഏറ്റവും അധികം അഭിലഷിക്കുന്നവനുമായി എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ കഴിയുമോ? അവനാണ് എൻ്റെ ആത്മാവിൻ്റെ സർവ്വസമ്പത്ത്. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ ഈശോയെ, ഞാൻ ആരുടെ അടുക്കൽ പോകും? കുമ്പസാരക്കാരൻ വിലക്കിയ നിമിഷം മുതൽ എൻ്റെ ആത്മാവിൽ വലിയ അന്ധകാരം നിറഞ്ഞു. ആന്തരിക സ്വരം ശ്രവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കുമ്പസാരക്കാരൻ്റെ വിലക്കിനെ അത് തകർക്കാൻ അവസരമാകുമല്ലോ. എന്നാൽ ഞാൻ ദൈവത്തിനായുള്ള ദാഹത്താൽ മരിക്കുകയാണ്. എൻ്റെ അന്തരാത്മാവ് ദൈവത്തിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട്, അതിന് സ്വന്തമായി ഇഷ്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിച്ച് പെട്ടതുപോലെയാണ്. അന്ന് വിശുദ്ധ വാരത്തിലെ പെസഹ ബുധനാഴ്ചയായിരുന്നു. പെസഹ വ്യാഴാഴ്ച വേദന തീവ്രമായി. ധ്യാനത്തിനായി വന്നപ്പോൾ ഞാൻ ഒരുതരം കഠിന പീഡയിലായി. എനിക്ക് അല്പം പോലും ദൈവ സാന്നിധ്യാനുഭവമില്ലാതെയായി. പകരം ദൈവത്തിൻ്റെ നീതി മുഴുവൻ എന്നിൽ ചുമത്തിയതുപോലെ, ലോകപാപങ്ങൾക്ക് വേണ്ടി എന്നെ തകർത്തതുപോലെ പിശാച് എന്നെ പരിഹസിക്കാൻ തുടങ്ങി. കാണുക, ഇനി നീ എങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാനായി പരിശ്രമിക്കും? നിനക്കെങ്ങനെയാണ് പ്രതിഫലം ലഭിച്ചതെന്ന് നോക്കുക. ഈശോ ഇതെല്ലാം ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കുകയില്ല. ഇപ്പോൾ തന്നെ നീ എന്തുമാത്രം സഹിക്കുന്നു? ഇനിയും എത്രമാത്രം സഹിക്കാനിരിക്കുന്നു? മാത്രമല്ല, നിന്റെ കുമ്പസാരക്കാരൻ നിന്നെ ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുകയാണ്. പുറമേയുള്ള കാര്യങ്ങളെല്ലാം ശരിയായിരുന്നാൽ മതി. എൻ്റെ ഇഷ്ടം പോലെ എനിക്കിപ്പോൾ ജീവിക്കാം. ഇങ്ങനെയുള്ള വിനാശകരമായ ചിന്തകൾ ആ മണിക്കൂർ മുഴുവൻ എന്നെ പീഡിപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയമാകാറായപ്പോൾ എൻ്റെ ഹൃദയം വേദനയാൽ പിടഞ്ഞു. ഞാൻ സന്യാസ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ? ഇതൊരു അബദ്ധ പഠനമാണെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തിരുസഭയിൽ നിന്ന് അകന്നുപോയോ? ഞാൻ നാഥനോട് ഉള്ളിൽ കരഞ്ഞപേക്ഷിച്ചു.
ഈശോയെ എന്നെ രക്ഷിക്കണമേ. എന്നിട്ടും ഒരു ആത്മീയ പ്രകാശവും എൻ്റെ ആത്മാവിൽ പതിഞ്ഞില്ല. ശക്തി ക്ഷയിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് പോലെ. കർത്താവിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഓ ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം എന്നിൽ സംഭവിക്കട്ടെ. എന്നിലുള്ള ഒന്നും ഇനി എൻ്റെ സ്വന്തമല്ല. അപ്പോൾ പെട്ടെന്ന് ദൈവ സാന്നിധ്യം എന്നെ വലയം ചെയ്ത് ആത്മാവിൻ്റെ ഉള്ളറയിലേക്ക് ആഴ്ന്നിറങ്ങി. ഇത് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ച ആ നിമിഷത്തിലാണ് സംഭവിച്ചത്. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എന്നെക്കുറിച്ചും എനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെക്കുറിച്ചും എനിക്ക് യാതൊരു അവബോധവുമില്ലാതെ ദൈവത്തിൽ ഞാൻ ആമഗ്നയായി.